ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മദർ ആൻഡ് ചൈൽഡ് വേൾഡ് ജേണി എന്ന് പറഞ്ഞ നമ്മുടെ സ്വന്തം ഫാമിലിയുടെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വീണ്ടും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ജെനി. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ സംശയങ്ങളും അതിനുള്ള ഉത്തരങ്ങളുമാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക, കാരണം ഇതുപോലുള്ള ഡൗട്ട്സ് ഇനിയും ഒരുപാട് പേർക്കുണ്ട്. അപ്പോൾ അവർക്ക് കൂടി ഈ വീഡിയോ ഒന്ന് യൂസ്ഫുൾ ആയിക്കോട്ടെ. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങളിൽ ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലിലേക്ക് വീണ്ടും ഹൃദയം നിറഞ്ഞ സ്വാഗതം. എൻ്റെ പേര് ജെനി. നിങ്ങൾ നമ്മുടെ ചാനലിൽ ഷെയർ ചെയ്തിരിക്കുന്ന വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ട്, യൂസ്ഫുൾ ആകുന്നുണ്ട് എങ്കിൽ നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്ത് വയ്ക്കുക. എന്നാൽ മാത്രമാണ് നമ്മൾ ഡെയിലി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വേഗം തന്നെ കിട്ടുകയുള്ളൂ. അത് മാത്രമല്ല, നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസൊക്കെ യൂസ്ഫുൾ ആകുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മറ്റുള്ള ഫ്രണ്ട്സിലേക്കും കൂടി ഈ വീഡിയോസൊക്കെ ഒന്ന് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഡൗട്ട്സും മറ്റും കമൻറ്റ് ചെയ്യുക. പേഴ്സണലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിലോ എന്തെങ്കിലും മെസ്സേജ് അയക്കാനുണ്ടെങ്കിലോ തീർച്ചയായിട്ടും നമ്മുടെ വാട്സപ്പ് നമ്പറിലൂടെ നിങ്ങൾക്കത് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. വാട്സപ്പ് നമ്പർ എങ്ങനെയാണ് ലഭിക്കുന്നതെന്നുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഇവിടെ തന്നെ മെൻഷൻ ചെയ്തേക്കാം. അപ്പോൾ അതൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് വാട്സപ്പ് നമ്പർ എടുത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട്സും മറ്റും ക്ലിയർ ചെയ്യാവുന്നതാണ്. ഇനി ഒട്ടും തന്നെ ഡിലേ ഇല്ലാതെ വേഗം നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ ആദ്യത്തെ ചോദ്യമാണ്, എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഒട്ടും പെയിൻ സഹിക്കാൻ പറ്റാത്തവർക്ക് അനസ്തേഷ്യ ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അനസ്തേഷ്യ രണ്ടർ ചെയ്യാറുണ്ട്, പക്ഷേ ചില കണ്ടീഷൻസിൽ മാത്രം. അപ്പോൾ അത് ഡോക്ടർ പറയുവാണെങ്കിൽ മാത്രമാണ് അനസ്തേഷ്യ ചെയ്യുന്നത്. അടുത്ത ചോദ്യമാണ്, ഹായ് മാം, ഞാനിപ്പോൾ ഡോക്ടർ എഴുതി തന്ന ഇവാനോട്ട് 5 mg ടാബ്ലറ്റ് ഫോളിസ്റ്റാം പ്ലസ് ടാബ്ലറ്റ് കഴിച്ചു. പ്രഗ്നൻസിക്ക് വേണ്ടിയിട്ട് എനിക്ക് പീരീഡ്സ് റെഗുലർ ആണ്. ബട്ട് 2 days ആയിട്ട് 1 ഡ്രോപ്പ് മാത്രമാണ് പീരീഡ്സ് വരുന്നത്. ഈ മെഡിസിൻ കഴിച്ചതിന് ശേഷം അത് എന്തുകൊണ്ടാണ് എന്നൊന്ന് പറയാമോ? ഹാസ് ഗൾഫിൽ നിന്ന് വരാൻ ഇനിയും 4 days ഉള്ളൂ. അപ്പോൾ ഈ ടാബ്ലറ്റ് കഴിച്ചത് കൊണ്ടാണ് ഇങ്ങനെ വരുന്നതെങ്കിൽ, അതായത് ഫോളിസ്റ്റാം പ്ലസ് ടാബ്ലറ്റിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് കൂടിയാണ് ഇങ്ങനെ വരുന്നത്. പക്ഷെ നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കില്ല ഈ മെഡിസിൻ്റെ തന്നെ സൈഡ് എഫക്റ്റ് ആണോ എന്ന്. അപ്പോൾ ഇങ്ങനെ തന്നെയാണ് കണ്ടിന്യൂസ് ആയിട്ട് പീരീഡ്സ് വരുന്നതെങ്കിൽ, കറക്റ്റായിട്ട് പീരീഡ്സ് ഇപ്പോൾ വരുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ ഒന്ന് കാണിക്കുന്നത് നല്ലതായിരിക്കും. അടുത്ത ചോദ്യമാണ്, ഹായ്, എനിക്ക് IVF പോസിറ്റീവ് ആണ്. 30 January ET ചെയ്തു. February 13 ചെക്ക് ചെയ്തു, പോസിറ്റീവ് ആണ്. 28 സ്കാനിങ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ചെറിയ രീതിയിലുള്ള ചുമയുണ്ട്, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ? അപ്പോൾ ചെറിയ രീതിയിലൊക്കെയുള്ള ചുമയാണ് എങ്കിൽ യാതൊരു പ്രശ്നവും ഉണ്ടാകുകയില്ല, അതോർത്ത് പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ചുമ നമ്മളെ ഒരുപാട് ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ, അതായത് നമുക്ക് രാത്രി ഉറങ്ങാൻ പറ്റാത്ത പോലെയുള്ള ചുമയാണ്, നമുക്കൊരു ഭക്ഷണവും കഴിക്കാൻ പറ്റാത്ത പോലെയുള്ള ചുമയാണ്, കഫത്തോടു കൂടിയുള്ള ചുമയാണ് എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഡോക്ടറെ കാണിക്കണം. കഫ് റിലേറ്റഡ് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അടുത്ത ചോദ്യമാണ്, എനിക്ക് PCOD ഉണ്ട്, പീരീഡ്സ് ഇറഗുലർ ആണ്, എനിക്ക് ബ്രൗൺ ഡിസ്ചാർജ് വരുന്നുണ്ട്, ഇത് പ്രഗ്നൻ്റ് ആണോ? അപ്പോൾ ബ്രൗൺ ഡിസ്ചാർജ് വരുന്നത് കൊണ്ട് പ്രഗ്നൻസി നമുക്ക് കൺഫേം ആയിട്ട് ഉറപ്പിക്കാൻ സാധിക്കുകയില്ല, പ്രത്യേകിച്ചും PCOD ഉള്ളത് കൊണ്ടും പീരീഡ്സ് ഇറഗുലർ ആയതുകൊണ്ടും. അപ്പോൾ പ്രഗ്നൻസി കൺഫേം ആക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കാണിക്കണം, β-HCG ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ അതുമാത്രമല്ല, ബ്രൗൺ ഡിസ്ചാർജ് വരുന്നതിൻ്റെ റീസൺസ് നമ്മൾ പല വീഡിയോസിലായിട്ട് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല, ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ വീഡിയോ ഇട്ടിട്ടുമുണ്ട്. അപ്പോൾ ആ വീഡിയോ കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും ബ്രൗൺ ഡിസ്ചാർജ് എന്തുകൊണ്ടാണ് വരുന്നതെന്ന്. അടുത്ത ചോദ്യമാണ്, ഹായ്, ET അണ്ടർ അനസ്തേഷ്യ ചെയ്ത് പോസിറ്റീവായ ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ തീർച്ചയായിട്ടും അനസ്തേഷ്യ അണ്ടർ എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്തിട്ട് പോസിറ്റീവായവർ നമ്മുടെ ചാനലിൽ തന്നെയുണ്ട്. ഒരുപാടൊന്നുമില്ലെങ്കിലും 2-3 പേരെ എനിക്ക് പേഴ്സണലി അറിയാം. അപ്പോൾ അതോർത്ത് പേടിക്കേണ്ട ആവശ്യമില്ല. അനസ്തേഷ്യ അണ്ടർ ആണ് എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്യാൻ ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുള്ളതെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ചെയ്യുക. അടുത്ത ചോദ്യമാണ്, എൻ്റെ എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞിട്ട് ഇന്ന് 6 days ആയി, ഇപ്പോൾ β-HCG നോക്കാൻ പറ്റുമോ? അപ്പോൾ എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞിട്ട് 6 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് β-HCGയുടെ വാല്യൂ നോക്കാതെ ഇരിക്കുന്നതാണ് നല്ലത്. കാരണം നമുക്ക് പോസിറ്റീവ് ആണെങ്കിൽ പോലും β-HCGയുടെ വാല്യൂ 6 ദിവസമൊക്കെ കഴിയുമ്പോൾ ഹൈ ആവത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നെഗറ്റീവ് ആയിരിക്കും നമ്മുടെ റിസൾട്ട് കിട്ടുന്നത്. അതുപോലെ നമ്മൾ ഒരുപാട് വിഷമിക്കുകയും ടെൻഷൻ ആവുകയും ചെയ്യും. അത് നമ്മളുടെ പോസിറ്റീവായ β-HCGയുടെ റിസൾട്ടിന്, അതായത് IVF സക്സസ് ആയതിനെ നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ 6 ദിവസം കഴിഞ്ഞിട്ട് എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം
ബീറ്റ HCG വാല്യൂ നോക്കാതിരിക്കുന്നതാണ് ബെറ്റർ. നമുക്ക് നമ്മുടെ ഡോക്ടർ പറഞ്ഞ ദിവസം നോക്കാം, അല്ല എങ്കിൽ ഒരു 12 തൊട്ട് 14 ദിവസത്തിനിടയ്ക്ക് വേണമെങ്കിലും നമുക്ക് നോക്കാവുന്നതാണ്. അടുത്ത ചോദ്യമാണ്, എനിക്ക് 3 days മുന്നേ IVF കഴിഞ്ഞതാണ്, അന്ന് മുതൽ ഗ്യാസ് കയറുന്നുണ്ട്, അത് എന്തെങ്കിലും പ്രോബ്ലം ആണോ, ഡോക്ടറെ കാണിക്കേണ്ടി വരുമോ? അപ്പോൾ എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞിട്ട് 3 ദിവസം ആയതുകൊണ്ട് ഗ്യാസ് കയറുക എന്ന് പറയുന്നത് വളരെ വളരെ നോർമലാണ്. അത് പേടിക്കേണ്ട ആവശ്യം ഒന്നും തന്നെ ഇല്ല. അതിന് ഡോക്ടറെ കാണിക്കേണ്ട ആവശ്യവുമില്ല. പിന്നെ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നന്നായിട്ട് വെള്ളം കുടിക്കുക, കുറച്ച് ആഹാരം കഴിക്കാൻ ശ്രമിക്കുക. ആഹാരം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം കുറച്ചൊന്ന് നടക്കുക, ഫൈബർ റിച്ച് ആയിട്ടുള്ള ഡയറ്റ് കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ മാത്രം ഡോക്ടറെ കാണിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു പ്രോബ്ലവും ഇല്ല, ഡോക്ടറെ കാണിക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഹോർമോണൽ മെഡിസിൻസ് കാരണമാണ് അങ്ങനെ ഗ്യാസ് ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഗ്യാസിനെ കുറയ്ക്കാനായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുക, അല്ലാതെ വേറെ പ്രോബ്ലം ഒന്നും തന്നെ ഇല്ല. ഇത് റിലേറ്റഡ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡെഡിക്കേറ്റഡ് വീഡിയോ നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് എല്ലാം തന്നെ മനസ്സിലാകും. അടുത്ത ചോദ്യമാണ്, മാം എനിക്ക് 2 പ്രാവശ്യം ട്യൂബിൽ ആയിരുന്നു, ട്യൂബ് റിമൂവ് ചെയ്തു, 2 IVF നെഗറ്റീവായി, ഇനി എന്താ ചെയ്യുക? ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നു, ഇനി ഫ്രീസ് ചെയ്ത എംബ്രിയോസ് ഇല്ല, ആകെ വിഷമത്തിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും വിഷമം കാണും, അറിയാം. പക്ഷെ ആ വിഷമം നമ്മുടെ ജീവിതത്തിൻ്റെ ലാസ്റ്റ് ഓപ്ഷനായിട്ട് വിചാരിക്കരുത്. അത് നമ്മളുടെ മുന്നോട്ട് പോകാനുള്ള ഒരു സ്റ്റെപ്പായിട്ട് തന്നെ വിചാരിക്കുക. ആ വിഷമത്തിനെ നമ്മൾ മറക്കുക. തീർച്ചയായിട്ടും അടുത്ത ഒരു IVF കൂടി നമ്മൾ ചെയ്ത് നോക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് ഈ ഒരു വിഷമത്തിൽ നിന്ന് തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. നമ്മുടെ മനസ്സൊക്കെ ഒന്ന് റിലാക്സ് ആക്കി ഫൈനാൻഷ്യൽ കണ്ടീഷൻസ് എല്ലാം ഓക്കെ ആയതിനു ശേഷം തീർച്ചയായിട്ടും വീണ്ടും IVF ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും റിസൾട്ട് പോസിറ്റീവ് തന്നെ ആയിരിക്കും. ഞാനും പ്രാർത്ഥിക്കാം. അടുത്ത ചോദ്യമാണ്, ചേച്ചി എനിക്ക് IVF കഴിഞ്ഞ് 6 വീക്കായി, ഇന്നായിരുന്നു ഫസ്റ്റ് സ്കാനിങ്, ഹാർട്ട് ബീറ്റ് കാണിക്കുന്നില്ല എന്നാ പറയുന്നത്. 1 വീക്ക് കഴിഞ്ഞ് ഒന്നുകൂടി ചെയ്യാമെന്ന് പറഞ്ഞു സ്കാനിങ്. ഇനി ഹാർട്ട് ബീറ്റ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ടോ ചേച്ചി? അപ്പോൾ നെക്സ്റ്റ് സ്കാനിങ്ങിൽ തീർച്ചയായിട്ടും ഹാർട്ട് ബീറ്റ് ഉണ്ടാകും. അതോർത്ത് ടെൻഷൻ ആവണ്ട, പേടിക്കുകയും വേണ്ട, മാക്സിമം ഹാപ്പി ആയിട്ടിരിക്കുക. നമ്മൾ ഇതിനെ റിലേറ്റ് ചെയ്ത് ഓൾറെഡി ഒരു വീഡിയോ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഇമ്പോർട്ടൻസ് ഓഫ് ഫസ്റ്റ് സോണോഗ്രാഫി അല്ലെങ്കിൽ ഫസ്റ്റ് അൾട്രാസൗണ്ട് ഇൻ IVF എന്ന് പറഞ്ഞാണ് ടൈറ്റിൽ എന്ന് കൊടുത്തിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ആ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ ആ വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അടുത്ത ചോദ്യമാണ്, ഹായ് മാം, എൻ്റെ ട്രാൻസ്ഫർ കഴിഞ്ഞിട്ട് ഇന്ന് 4 days ആയി, ഇപ്പോൾ ചെറുതായിട്ട് വേദനയുണ്ട്, വജൈനലി ഒരു വെള്ളം പോലെ പോകുന്നുമുണ്ട്, ഇത് എന്തുകൊണ്ടാണ്? അപ്പോൾ ഇതെല്ലാം നോർമലാണ്. ഇത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഹോർമോണൽ മെഡിസിൻസ് കാരണമാണ്. എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞിട്ടുണ്ടാവുന്ന ലൈറ്റ് ആയിട്ടുള്ള അബ്ഡോമിനൽ പെയിൻ, ബാക്ക് പെയിൻ, ലെഗ് പെയിൻ, അതുപോലെ തന്നെ നമുക്ക് ഗ്യാസ് നിറഞ്ഞ ഫീലിംഗ്, ഒരുപാട് വിശപ്പ് തോന്നുന്നത്, വിശപ്പില്ലായ്മ, ഇതെല്ലാം നോർമലാണ്. ഇതെല്ലാം നമ്മൾ കഴിക്കുന്ന ഹോർമോണൽ മെഡിസിൻസിന്റെ ഒരു എഫക്റ്റ് കൊണ്ടുണ്ടാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം നോർമലുമാണ്. നമുക്ക് എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞിട്ട് കുറച്ച് വാർണിംഗ് സൈൻസ് ഉണ്ട്. അത് ഡീറ്റെയിൽ ആയിട്ട് ഡെഡിക്കേറ്റഡ് വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ വാർണിംഗ് സൈൻ ഉണ്ടാവുകയാണെങ്കിൽ മാത്രം നമ്മളൊന്ന് കെയർഫുൾ ആയിരിക്കണം, നമ്മളൊന്ന് കൺസേൺ ആയിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഡോക്ടറെ നമ്മൾ ഇൻഫോം ചെയ്യുകയും വേണം. അടുത്ത ചോദ്യമാണ്, ചേച്ചി എനിക്ക് ജൂൺ 2023 പ്രൊലാക്ടിൻ 197 ആയിരുന്നു, ഫെബ് 2024 0.384 ആണിപ്പോൾ, ബട്ട് പ്രഗ്നന്റ് ആകാത്തത് എന്താ? ഐ എം ഓൺ ടാബ്ലറ്റ് കാബർഗോളിൻ 0.25 mg, ഇപ്പോൾ 1 year ആകുന്നു, മാരേജ് കഴിഞ്ഞാൽ 3 years ആയി. അപ്പോൾ പ്രൊലാക്ടിൻ എന്ന് പറയുന്നത് ഇൻഫെർട്ടിലിറ്റിയുടെ ഒരു റീസൺ മാത്രമാണ്. നോർമലി ട്രൈ ചെയ്തിട്ട് പ്രഗ്നൻസി ആകുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്നുകൂടെ ഡോക്ടറെ കാണിക്കേണ്ടതുണ്ട്. അപ്പോൾ ഡോക്ടർ കുറച്ച് ടെസ്റ്റുകൾ അഡ്വൈസ് ചെയ്യും. ആ ടെസ്റ്റുകളെല്ലാം നടത്തി റിപ്പോർട്ട് വീണ്ടും ഡോക്ടറെ കാണിക്കുക. നോർമലാണ് എല്ലാ റിപ്പോർട്ടും എങ്കിൽ തീർച്ചയായിട്ടും പ്രഗ്നന്റ് ആകുന്നതായിരിക്കും. നോർമലി തന്നെ ടെൻഷൻ ആകേണ്ട കാര്യമില്ല. ഇനിയും ആ റിപ്പോർട്ടിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് ട്രീറ്റ്മെന്റ് ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും പ്രഗ്നൻസി സാധ്യമാകും. അടുത്ത ചോദ്യമാണ്, പ്രഗ്നൻസി അല്ലെങ്കിൽ കൂടി HCG വാല്യൂ നമ്മുടെ ബ്ലഡിൽ കാണിക്കാനുള്ള സിറ്റുവേഷൻസ് എന്തൊക്കെയാണെന്നുള്ള ഒരു വീഡിയോ ചെയ്യാമോ? എനിക്ക് എപ്പോൾ കാർഡ് നോക്കിയാലും ഒരു ഫെയിൻറ്റ് ലൈൻ കാണും. അങ്ങനെ കണ്ടപ്പോൾ ബ്ലഡ് നോക്കി, ആദ്യം 5.7 പിന്നെ 6.71, ബട്ട് സ്കാനിങ് ഒന്നും ഇല്ല. അപ്പോൾ പ്രഗ്നൻസി അല്ലാത്ത ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് നമ്മൾ HCG നോക്കുന്നത്, ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് HCG ഹൈ ആയിട്ട് നിൽക്കുന്നത് എന്നൊക്കെയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഡെഡിക്കേറ്റഡ് വീഡിയോ നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇനിയും ഡീറ്റെയിൽ ആയിട്ട് തന്നെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ താഴെ മെൻഷൻ ചെയ്യുക. തീർച്ചയായിട്ടും ഡീറ്റെയിൽ ആയിട്ട് തന്നെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അടുത്ത ചോദ്യമാണ്, 20.6 പോസിറ്റീവ് ആണോ?
അപ്പോൾ ബീറ്റ എച്ച് സി ജിയുടെ വാല്യൂ 20.6 പോസിറ്റീവ് ആണ് എന്ന് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ സാധിക്കുകയില്ല. അതുപോലെ നെഗറ്റീവ് ആണ് എന്നും പറയാൻ സാധിക്കുകയില്ല. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീറ്റ എച്ച് സി ജിയുടെ ടെസ്റ്റ് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുക. വാല്യൂ ഡബിൾ ആണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പ്രഗ്നൻസി ഹെൽത്തി ആണ്. വാല്യൂ ഡബിൾ ആകുന്നില്ല, കുറച്ച് മാത്രമാണ് ഇൻക്രീസ് ആകുന്നതെങ്കിൽ ഒന്ന് ഡോക്ടറെ വേഗം തന്നെ കാണിക്കുക. ബയോകെമിക്കൽ പ്രഗ്നൻസി ആകാൻ സാധ്യതയുണ്ട്. ഇനിയും കുറഞ്ഞാണ് പോകുന്നതെങ്കിൽ നെഗറ്റീവ് ആകാനാണ് സാധ്യത. അടുത്ത ചോദ്യമാണ്, ഹായ് ജെനി ചേച്ചി, എൻ്റെ സെക്കൻഡ് IVF കഴിഞ്ഞു, വെയിറ്റിംഗ് ആണ്. എനിക്ക് പീരീഡ്സ് ആവുന്ന പോലെയുള്ള പെയിനും പിന്നെ വജൈന ഡ്രൈ ആണ്, നോ ഡിസ്ചാർജ്. നാളെയാണ് 14th ഡേ. PMS ആണോ അതോ പോസിറ്റീവ് ആവുമോ? പീരീഡ്സ് വരുന്ന പോലെയുള്ള പെയിൻ IVF കഴിഞ്ഞ് 13th ഡേ വരെയൊക്കെ ഉണ്ടാവുമോ? അപ്പോൾ ഇതേ റിലേറ്റ് ചെയ്ത് ഇതുപോലത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡെയിലി ഡൗട്ടായിട്ട് വരാറുണ്ട്. എല്ലാ ക്വസ്റ്റ്യനും കൂടെ സ്ക്രീനിൽ മെൻഷൻ ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ടാണ് ഞാൻ ഒരു ക്വസ്റ്റ്യൻ മാത്രം മെൻഷൻ ചെയ്തത്. പക്ഷേ ഇതുപോലത്തെ ഡൗട്ട് ചോദിച്ച എല്ലാവർക്കും കൂടിയുള്ള ആൻസർ ആണ് ഞാനിപ്പോൾ പറയുന്നത്. എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞിട്ട് പീരീഡ്സ് വരുന്ന പോലെയുള്ള പെയിൻ വളരെ വളരെ നോർമൽ ആണ്. അത് പീരീഡ്സ് ആകാൻ പോകുന്ന ഒരു സിംറ്റം അല്ല. പക്ഷേ പ്രഗ്നൻസി ആണെന്ന് നമുക്ക് ഉറപ്പിക്കാനും സാധിക്കില്ല. എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞതിന് ശേഷം ചിലവർക്ക് പീരീഡ്സ് വരുന്ന പോലെയുള്ള പെയിൻ ഉണ്ടാകും, ചിലവർക്ക് വജൈന ഡ്രൈ ആകും, വജൈന മോയിസ്റ്റ് ആകും, അതുപോലെ തന്നെ ഹെഡേക്ക് ഉണ്ടാകും, അബ്ഡോമിനൽ പെയിൻ ഉണ്ടാകും, ക്രാംസ് ഉണ്ടാകും, ബ്ലോട്ടിംഗ് ഉണ്ടാകും, ബാക്ക് പെയിൻ ഉണ്ടാകും, ലെഗ് പെയിൻ ഉണ്ടാകും. ഇതെല്ലാം വളരെ വളരെ നോർമൽ ആണ്. നമ്മൾ കഴിക്കുന്ന ഹോർമോണൽ മെഡിസിൻസ് കാരണമാണ് നമുക്ക് ഇങ്ങനെ ഉണ്ടാകുന്നത്. അപ്പോൾ അതോർത്ത് ടെൻഷൻ ആകേണ്ട കാര്യമില്ല. അടുത്ത ചോദ്യമാണ്, എൻ്റെ ഹസ്ബൻഡിന് ആബ്സെൻസ് ഓഫ് സെമിനൽ വെസിക്കിൾസ് ആണ്, IVF ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ. IVF അല്ലാതെ ഓപ്ഷൻ ഉണ്ടോ? ഏത് ഹോസ്പിറ്റലാണ് കേരളത്തിൽ നല്ലത്? അപ്പോൾ IVF അല്ലാതെ വേറെ ഓപ്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ IVF ആണ് ഇതിന് ബെറ്റർ ട്രീറ്റ്മെന്റ് ഓപ്ഷൻ. ഏത് ഹോസ്പിറ്റലാണ് കേരളത്തിൽ നല്ലതെന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ ചാനൽ കാണുന്ന ഫാമിലി മെമ്പേഴ്സ് പ്ലീസ് നിങ്ങൾ പോകുന്ന ഹോസ്പിറ്റലും സ്ഥലവും അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഉണ്ടാകുന്ന നല്ല കാര്യങ്ങളും ഉണ്ടാകുന്ന മോശം കാര്യങ്ങളും പ്ലീസ് താഴെ മെൻഷൻ ചെയ്യുക. അത് കാണുമ്പോൾ മറ്റുള്ളവർക്ക് കൂടി ആ ഹോസ്പിറ്റലിൽ പോകണോ വേണ്ടായോ എന്ന് തീരുമാനമെടുക്കാൻ അത് വളരെ വളരെ ഉപകാരപ്പെടും. അപ്പോൾ പ്ലീസ് താഴെ മെൻഷൻ ചെയ്യുക. അടുത്ത ചോദ്യമാണ്, ഹായ് മാം, എനിക്ക് 16 വീക്സ് ആയി, മലബന്ധത്തിന്റെ പ്രശ്നമുണ്ട്, നല്ല പ്രഷർ കൊടുക്കുന്നത് കുഞ്ഞിനെ ബാധിക്കുമോ? അപ്പോൾ ഒരുപാട് പ്രഷർ കൊടുക്കണ്ട, അതത്ര നല്ലതല്ല. അപ്പോൾ മലബന്ധം മാറ്റാനായിട്ട് നമുക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കുക, ഫൈബർ അടങ്ങിയ ഡയറ്റ് കഴിക്കുക, പ്രോബയോട്ടിക്സ് നല്ലതായിട്ട് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക. ഇത്രയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മലബന്ധം മാറിക്കിട്ടും. മാറിയില്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഡോക്ടറെ കാണിക്കണം. കാരണം പ്രഗ്നൻസി സേഫ് ലാക്സേറ്റീവ്സ് അവൈലബിൾ ആണ്. അതെടുക്കുമ്പോൾ നമ്മുടെ ഈ ഒരു ബുദ്ധിമുട്ട് നമുക്ക് മാറിക്കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ റിലേറ്റഡോ വേറെ ഏതെങ്കിലും ഒരു ടോപ്പിക് റിലേറ്റഡോ ഇനിയും നിങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ മറ്റു കൺഫ്യൂഷൻസോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. എന്തായാലും റിപ്ലൈ തന്നിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ്, ഇത്രയും ഡൗട്ട്സ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനിയും നിങ്ങൾക്കുള്ള ഡൗട്ട്സ് എല്ലാം നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. പേഴ്സണലി നിങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടും മറ്റും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് നമ്പറിലൂടെ അത് ഷെയർ ചെയ്യാവുന്നതാണ്. വാട്സപ്പ് നമ്പർ എങ്ങനെയാണ് ലഭിക്കുന്നത് എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഇവിടെ തന്നെ മെൻഷൻ ചെയ്തേക്കാം. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ വാട്സപ്പ് നമ്പർ എടുത്ത് വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. നിങ്ങളുടെ ഡൗട്ട്സും മറ്റും ക്ലിയർ ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ മറ്റുള്ള ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് എങ്കിൽ നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാനായിട്ട് നിങ്ങൾ ആരും മറക്കരുത്. അപ്പോൾ മാത്രമാണ് നമ്മൾ ഡെയിലി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കത്തുള്ളൂ. അപ്പോൾ ഇനിയും അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക, ടെൻഷൻ ഫ്രീ ആയിട്ടിരിക്കുക. ഗോഡ് ബ്ലെസ് യു ഡിയേഴ്സ്.